ഹലോ ഹലോ. ഹലോ. അല്ല, സുമി എവിടെ? അത് ഞാൻ വീട്ടിലേക്ക്. ഞാൻ പറഞ്ഞിരുന്നാണല്ലോ ഗിരിയോട്. യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, സുമി വീട്ടിലെത്തിയോ? എത്തി. എന്നാ ശരി, വേറൊന്നുമില്ലല്ലോ. അല്ല, അത് സുമി തിരക്കിലാണോ? എന്ത് തിരക്ക്? എന്താ പറ്റിയത്? പതിവില്ലാത്ത ചോദ്യങ്ങളൊക്കെയാണല്ലോ. ഏയ്, ഒന്നുമില്ല. ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. ശരി എന്നാ. സുമി ചേച്ചി, നന്ദു, ഇതെന്താ ഒന്നും വിളിച്ചു പോലും പറയാതെ? ആഹാ, അതുള്ളല്ലോ. അപ്പൊ ഈ വീട്ടിലെ റേഷൻ കാർഡ് നിന്റെ പേര് വെട്ടിയോ നീ? ഒന്ന് പോയേച്ചി. ഏത് കടയിൽ നിന്ന് വെട്ടിയാലും എന്റെ ലൈഫ് കാർഡിലെ ഏറ്റവും ആദ്യത്തെ പേര് ചേച്ചിയുടെ ആയിരിക്കും. അല്ല, അച്ഛനും എവിടെ? അച്ഛന്റെ കൂടെ ട്രഷറി പോയിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ചേച്ചി വരുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അവര് യാത്ര മാറ്റി വെച്ചേനെ. അതൊന്നും സാരമില്ല, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ശ്രീയും സനുവോ? ഓ, സനുവേട്ടത്തിക്ക് പിന്നെ വീട്ടിലിരിക്കാൻ നേരമില്ലല്ലോ, എപ്പോഴും കറക്കുക. കൂടെ ഏട്ടനെ വലിച്ചോണ്ട് പോവും. ഒരു കണക്കിന് ആരും ഇല്ലാതെ സുമി ചേച്ചിയെ കുറച്ചു നേരം സംസാരിക്കാൻ കിട്ടിയത് നന്നായി. ഒന്നുമില്ല. പറയണ്ട, എന്തോ ഉണ്ട്. അത് നിന്റെ മുഖം കണ്ട എനിക്കറിയാലോ. പറ, എന്താ നിന്റെ പ്രശ്നം? സുമി ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ ഈ വീട്ടിലൊന്നും പഴയ പോലെ അല്ല. എല്ലാം മാറി, എല്ലാരും മാറി. മാറാത്തതാകെ ഞാനും നമ്മുടെ അച്ഛനും മാത്രോ. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യല്ലേ നന്ദു. ഇനിയിപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞ നീ ഇവിടുന്ന് പോവും, അപ്പൊ നിന്റെ ജീവിതം മാറില്ലേ? അതൊന്നും അല്ല ചേച്ചി ഞാൻ പറഞ്ഞു വരുന്നത്. സനുവേടത്തേക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഏട്ടത്തിക്കെതിരെ ഏട്ടനും ഒരു അക്ഷരം മിണ്ടാറില്ല. ഇത്രയും നാളും എന്റെ കാര്യങ്ങൾക്കൊക്കെ ഓടി നടന്ന അമ്മയ്ക്ക് ഇപ്പൊ എന്നെ വേണ്ട. എന്താ പറ്റിയെന്ന് നീ ഒന്ന് തെളിച്ചു പറയുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ തോന്നാൻ ഇപ്പൊ എന്താ കാരണം? സത്യം പറഞ്ഞ ഇറങ്ങിപ്പോവാൻ ഒരു ഇടം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇറങ്ങിപ്പോയെന്നെ. നന്ദു, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കില്ലേ. നമ്മുടെ അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? നീ അത് കാര്യമൊക്കെ വേണ്ട. നിനക്ക് എന്തിനും ഏതിനും ഞാനില്ലേ, നമ്മുടെ അച്ഛനില്ലേ, പിന്നെന്താടി? എന്റെ നന്ദു, ആജീവനാന്ത കാലം നീ ഈ വീട്ടിൽ കഴിയേണ്ട ഒരാളല്ല. നിനക്ക് നിന്റേതായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ. ആ ലൈഫില് നിനക്ക് എല്ലാ സന്തോഷവും ഉണ്ടാവും. ചേച്ചിയോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിലെ ഭാരം ഒന്ന് ഒഴിഞ്ഞു കിട്ടി. അതെ, നീ ഒന്ന് വന്നേ. അമ്മയില്ലാത്തോണ്ടേ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് അടുക്കള കയറി ഒന്ന് മേയാം. ചായ ആണോ സുമി ചേച്ചി? ചേച്ചിരിക്കും, ഞാൻ ഉണ്ടായിക്കൊണ്ടുവരാം. അല്ല, നന്ദുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാനിന്ന് ഉണ്ടാക്കി തരാൻ പോ. അതെന്താ? അതൊക്കെ സർപ്രൈസാ, കഴിക്കും പറഞ്ഞാ മതി. ഓ, കമ്പനിയിലെ എംപ്ലോയീസിന്റെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ട്യൂട്ടറിനെ നിയമിക്കാൻ നമ്മൾ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ തീരുമാനിച്ചിരുന്നു. അക്കാര്യത്തിൽ ഏട്ടൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. എന്തായാലും അതിന് വെച്ച് വഹിക്കണ്ടെന്നായി എന്റെ അഭിപ്രായം. എത്രയും പെട്ടെന്ന് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് ക്ലാസ് തുടങ്ങണം. എഫിഷ്യന്റ് ആയ ഒരു ട്യൂട്ടറെ വേണം അപ്പോയിന്റ് ചെയ്യാൻ. അതിന് പറ്റിയ ഒരാളെ? ഏയ്, അതിനാണോ പ്രയാസം? ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ 1000 പേര് വരില്ലേ? അത്രയ്ക്കും ബുദ്ധിമുട്ടില്ലാതെ പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഏട്ടൻ സമ്മതിച്ചാൽ മാത്രം മതി. ആരാള്? വേറെ ആരും അല്ല, നമ്മുടെ സുമിത മോള് തന്നെ. സുമിയോ? അവൾക്ക് അങ്ങനെ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അല്ല, ലാംഗ്വേജ് ട്യൂട്ടർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സുമി മോൾക്ക്. എത്രയോ കാലം കോച്ചിങ് സെന്ററിൽ ഇതേ കാര്യം കൈകാര്യം ചെയ്ത ആളല്ലേ സുമിതേടത്തി.
അല്ല, നമ്മുടെ ഓഫീസിൽ സുമിത മോളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്ന ഒരു നല്ല കാര്യമല്ലേ? ഗിരിയേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് ഏട്ടത്തിക്കും വലിയ സന്തോഷമാവും. ശുദ്ധമായ വെണ്ണ കയ്യിലിരിക്കുമ്പോ നമ്മളെന്തിനാ വെറുതെ നറുനെയ് തപ്പി നടക്കുന്നത്? അതിന് സുമിതയുടെ സമ്മതം കൂടി വേണ്ടേ? ഗിരിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടത്തിക്ക് 100 വട്ടം സമ്മതമായിരിക്കും. അങ്ങനെയാണെങ്കിലേ ആ ട്യൂട്ടറുടെ പോസ്റ്റിലേക്ക് സുമിതയെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം അല്ലേ? ഉറപ്പായിട്ടും ഏട്ടാ. എന്നാ ഞങ്ങളങ്ങോട്ട്. ആ അയ്യോ, ഞാനും. എന്തുകൊണ്ടും സുമി ഡിസേർവ് ചെയ്യുന്ന ഒരു ജോലിയാണ്. ഷീൽ ബി ഹാപ്പി. നന്ദു ഓ നീ ഇങ്ങനെ ഒരു കുതിച്ചി ഒന്ന് ആറട്ടെ. നീ പോയി ആ ഫാൻ ഇട്ട് ചെല്. ഓ പതുക്കെ. ഓ, ഞാൻ പറഞ്ഞില്ലേ എന്താ രുചി, അടിപൊളി. ആ സുമിതേച്ചി, ശ്രീകുട്ട ഇതെപ്പോ വന്നു? വലിയ സർപ്രൈസ് ആയി പോയി കേട്ടോ. എവിടെ പോയതാ രണ്ടാളും? കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി? ഗിരിയേട്ടൻ എന്ത് പറയുന്നു? ഹാപ്പി. അടയോ അമ്പോ, പുറത്തോട്ട് വന്നല്ലേ, കഴിയിട്ടോടാ. കൊതി കാരണം ഞാനതങ്ങ് മറന്നു. ചെല്ല്. വേണോ? ആ എടുത്തു വെക്കട്ടെ. ഓ വേണോ? വേണ്ട. അയ്യോ ഒരെണ്ണം എടുത്താ മതി. നല്ല ചൂടാണേ. സൂപ്പർ ആയിട്ടുണ്ട്. ഇതാ കൈപ്പുണ്യം എന്ന് പറയുന്നേ. എത്ര നാളെ ഞാനിത് മിസ് ചെയ്യുന്നേന്നറിയോ? അമ്മ ഉണ്ടാക്കിയ പോലും ഇത്ര ഭാഗത്തിന് കിട്ടാറില്ല. ഇവളുടെ പാചകം പിന്നെ പറയണ്ടല്ലോ. ആ സനുവിന് ഒരെണ്ണം എടുക്കട്ടെ. വേണ്ട ചേച്ചി, ഒന്നാമത് എനിക്ക് ശർക്കര ഇഷ്ടമല്ല. പിന്നെ ഞങ്ങളിപ്പോ പുറത്തു പോയി സ്നാക്സ് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. നല്ല. ഓ നിങ്ങൾ കഴിക്കാൻ ഞാനിപ്പോ വരാം. ഹലോ, ആ സ്നേഹ. സുമി എവിടെ, തിരക്കിലാണോ? ഏയ് ഞാൻ ഒന്ന് വീട് വരെ വന്നതാ. ആ നന്നായി. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു വിരുന്നിനും കൂടെ തയ്യാറായിക്കോ. വിരുന്നോ? എന്ത് വിരുന്ന്? വേറെ എവിടെയല്ല, ഇവിടെ തന്നെയാ, ഞങ്ങളുടെ വീട്ടില്. കുറച്ചുനാളായില്ലേ നമ്മൾ 4 ആളും കൂടെ ഒന്ന് ഒത്തുകൂടിയിട്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നീയും ഗിരിയും കൂടി ഡിന്നർ കഴിക്കാൻ ഇങ്ങോട്ട് പോരുന്നു. അതാണ് പ്ലാൻ. വേണ്ട സ്നേഹ, ഇന്ന് വേണ്ട, ഞാൻ ഇല്ല. ഗിരി വരുവാണെങ്കിൽ വന്നോട്ടെ. നിന്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതറിയുന്നത് കൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങനൊരു പ്ലാൻ ഇട്ടത്. വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. ചില തെറ്റുകുറ്റങ്ങളൊക്കെ രണ്ടുപേരുടെ ഭാഗത്തൊന്നും പറ്റിപ്പോയിന്നും വരും. തെറ്റ് തിരിച്ചറിയാനും തിരുത്താനുള്ള അവസരം അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധിക്കുന്നത് ശരിയല്ലല്ലോ സുമി. ഏതു പ്രശ്നവും ഒരുപാട് നാള് വലിച്ചു നീട്ടിക്കൊണ്ടുപോയാ അത് പിന്നീട് ഒരിക്കലും മാറാത്തൊരു കരടായിട്ട് ഉറച്ചു പോവും. നിനക്കും ഗിരിക്കും ഇടയിൽ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഒരുമിച്ച് കുറച്ച് നല്ല സമയം ചെലവഴിക്കുക, തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ നിങ്ങൾക്കിടയിൽ മഞ്ഞ അലിഞ്ഞു തീരാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് മാത്രം തോന്നേണ്ട ഒരു കാര്യമില്ലല്ലോ സ്നേഹ. ആ എന്നാ അത് തന്നെയാണ് ഈ പാർട്ടിയുടെ ഹൈലൈറ്റ്. ഇങ്ങനെ കൂടാനും നിന്നോട് വീണ്ടും കൂട്ടുകൂടാനും ഒക്കെ മുൻകൈ എടുത്തത് ആരാന്നറിയോ? ഗിരി തന്നെയാ. അതുകൊണ്ട് നീ ഇന്ന് വന്നേ പറ്റുള്ളൂ. സ്നേഹം അത് ദേ നോക്ക്, വെറുതെ വാശി പിടിക്കണ്ട കേട്ടോ. ഗിരിയെ ഓർത്തല്ലെങ്കിലും എന്നെ ഓർത്ത് നീ ഇന്ന് രാത്രി ഇവിടെ ഡിന്നറിന് വന്നേ പറ്റുള്ളൂ.
സ്നേഹ പണത്തിന്റെയും പ്രതാപത്തിന്റെയും അഹങ്കാരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ലോകത്തുള്ളതെല്ലാം പണം നൽകി സ്വന്തമാക്കാൻ കഴിയുന്നതല്ലെന്ന് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ തിരിച്ചറിയും. എന്റെ ഏട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ഞാൻ കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്ന് വെച്ച് ഒരിക്കൽ കൂടി ഇതുപോലൊരു തെമ്മാടിത്തരം നിങ്ങൾ എന്നോട് കാണിച്ചാ ഞാൻ മിണ്ടാതിരിക്കുമെന്ന് കരുതുകയും നിങ്ങൾ ചെയ്യരുത്. എന്താ സനു, ഏയ് എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ഒന്നുമില്ല ശ്രീ, ഞാൻ വെറുതെ ഓരോന്ന് ഓർത്ത്. എന്തോർത്ത്? അത് കേക്കട്ടെ. അല്ല അത് പിന്നെ കള്ളത്തരം പറയല്ലേ, എനിക്ക് അറിഞ്ഞൂടെ നിന്നെ. നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. സുമിതേച്ചി ഇവിടെ വന്നതും ഉഗ്രൻ അടയുണ്ടാക്കിയതും അത് കഴിച്ചിട്ട് നന്നായിരിക്കുന്നു ഞാൻ പറഞ്ഞതും അതൊക്കെയല്ലേ നീ ഓർത്തിരിക്കുന്നേ? അതെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നിന്റെ മുഖം മാടുന്നത് ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ചതാ. ഇങ്ങനൊരു കുശുമ്പത്തി. കുശുമ്പൊന്നും അല്ല ശ്രീ, ദിസ് ഇസ് പൊസസീവ്നെസ്. ശ്രീയുടെ കാര്യത്തില് ഞാൻ വല്ലാതെ പൊസസീവാ. ശ്രീ എന്നെ മാത്രം പ്രശംസിച്ചാ മതി. അതിനാദ്യം നീ സുമിതേച്ചിയുടെ 7 അയലത്തെത്തുന്ന ഒരു പാചകക്കാരി ആവട്ടെ, എന്നിട്ട് പ്രശംസിക്കാം. സുമിതേച്ചി പോലെ അടുക്കളയിൽ കയറി ശീലിച്ചിട്ടുള്ള ആളല്ല ഞാൻ. ഐ നീഡ് മൈ ടൈം. മെല്ലെ മെല്ലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ശീലമായിക്കോളും. എടി പെണ്ണെ, ഞാനൊരു തമാശക്ക് പറഞ്ഞതാ. അതിന് ശീലം മാത്രമല്ല, ചിലതിന് കൈപ്പുണ്യം കൂടി വേണം. സുമിതേച്ചിക്കുള്ളതാ കൈപ്പുണ്യം. അതുകൊണ്ട് സനു, ആ കാര്യം ഓർത്ത് നീ വെറുതെ തലമുണ്ടാക്കണ്ട. തനിക്ക് കുക്കിംഗ് അറിയില്ല എന്നുള്ളത് ഞാൻ അങ്ങ് സഹിച്ചോളാം, പോരെ? ഇതാണ് നിന്റെ കുഴപ്പം. എടാ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മനുഷ്യൻ വർക്കോളിക്കാവാം, പക്ഷെ സ്വന്തം ജീവിതം മറന്നിട്ടാവരുത്. നീ എന്റെ കുഴപ്പം കണ്ടുപിടിക്കാൻ വരട്ടെ. നിന്റെ കുഴപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വളച്ചുചുറ്റി മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യാതെ നേരെ പോകുന്നത് സംസാരിക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല. അതാണ് നിന്റെ പ്രശ്നം. ഇതിൽ കൺഫ്യൂഷൻ ആവാൻ ഒന്നുമില്ല. ഇതുവരെ ഓഫീസിലെ ഏതെങ്കിലും ഒരു മീറ്റിംഗ് നീ മറന്നിട്ടുണ്ടോ? സമയത്തിന് എത്താതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ വരുമ്പോ മാത്രം എന്താ അത്ര മറവി? ഇന്നേ വൈകുന്നേരം നിനക്കൊരു ഡിന്നർ അറ്റൻഡ് ചെയ്യണമായിരുന്നു, അതും ഭാര്യയുടെ കൂടെ. അയ്യോ, പറയും പോലെ അത് ശരിയാണല്ലോ. ഇന്ന് നിന്റെ വീട്ടിൽ ഡിന്നർ പ്ലാൻ ചെയ്തിരുന്നതാണല്ലേ? എക്സാക്ട്ലി. നമ്മൾ ഓഫീസിൽ നിന്നേ നേരിട്ട് അങ്ങ് ചെല്ലാന്നാ പറഞ്ഞേ. സ്നേഹ വിളിച്ചിരുന്നു. സുമി എപ്പോഴേ അവിടെ എത്തിക്കഴിഞ്ഞു. ശരി, ഈ മെയിലൂടെ അയച്ചിട്ട് ഞാൻ ഇറങ്ങാം. ഈ ഡ്രാഫ്റ്റിൽ 1-2 കറക്ഷൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ വരാം. ശരി, വേഗം വാ, ഞാൻ താഴെ. ഓക്കെ.
ഒരുപാട് ലേറ്റ് ആയല്ലോ. കിരൺ വീട്ടിൽ പോകുന്നില്ലേ? അത് എന്തു പറ്റി? ഓവർ ടൈം ആണോ? അല്ല സാർ, കുറച്ചും കൂടെ ജോലി ബാക്കിയുണ്ടായിരുന്നു. ഓ, അന്നത്തെ ജോലി അന്ന് തന്നെ തീർക്കുന്ന എനിക്ക് ശീലം. പെൻഡിങ് വെച്ചാൽ പിന്നുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കമ്പനിയെ ബാധിക്കും. ഗുഡ്. താങ്ക് യു സാർ. ആ, അപ്പൊ ശരി, ജോലി നടക്കട്ടെ. കിരണും സുമിതയും പരിചയക്കാരാണല്ലേ? അല്ല, കിരണിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പണ്ടൊരിക്കൽ നിങ്ങളുടെ ഫ്ലാറ്റിന് മുന്നിൽ വെച്ച് സുമി എന്നെ കിരണിന് പരിചയപ്പെടുത്തിയിരുന്നു. ഞാനത് പിന്നെ എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ടാ. അല്ല, അത് പിന്നെ കോളേജിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. നീ ഇവിടെ നിൽക്കായിരുന്നോ? നേരം വൈകി. ഇയാൾ ഇതുവരെ പോയില്ലേ? കിരൺ പെൻഡിങ് വർക്ക് തീർക്കാൻ വേണ്ടി ഇരിക്കുക. ഓ, സുമി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വന്നേ, വാ. മല പോലെ വന്നത് എലി പോലെ പോയി. എന്തായാലും ആളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ പറ്റി. ഭാഗ്യം. സ്നേഹവും ഭ്രാന്തും വേർതിരിച്ചറിയാൻ പറ്റാത്തടത്ത് എനിക്കിനി ഒന്നും പറയാൻ ബാക്കിയില്ല. ഉയരത്താറായി പറഞ്ഞതല്ല, ഓർമ്മയുണ്ടല്ലോ. ഒന്നും മറച്ചു വെക്കണ്ട. സുമിയുടെ മനസ്സ് തുറന്ന് സംസാരിക്കണം. നിന്നോടുള്ള അവളുടെ എല്ലാ പിണക്കങ്ങളും ഇന്നോടെ തീരണം. ഞാൻ എന്തു പറഞ്ഞാലും അവളുടെ പിണക്കം മാറുമെന്ന് എനിക്ക് അറിയില്ലടാ. അത്രയും വലിയ മുറിവാ അന്നത്തെ സംഭവം അവളുടെ മനസ്സിലുണ്ടാക്കിയത്. ആ ഒരു തിരിച്ചറിവെങ്കിലും നിനക്കുണ്ടായല്ലോ, അത് മതി. കാര്യങ്ങളൊക്കെ പോസിറ്റീവായിരിക്കും. നീ വേറെ ഒന്നും ആലോചിക്കണ്ട. നീയും ഗിരിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടുകൂടി അവസാനിക്കണം. ഇങ്ങനെ നിർബന്ധിച്ച് സംസാരിച്ചാലൊന്നും എന്റെ സങ്കടങ്ങൾ മാറാൻ പോകുന്നില്ല സ്നേഹ. ഗിരിക്ക് ആത്മാർത്ഥമായിട്ട് എന്റെ മനസ്സ് തിരിച്ചറിയാൻ പറ്റണം, അല്ലാതെ ഇതിനൊരു പോംവഴിയില്ല. ഇനിയിപ്പൊ ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടും അവൾ അതിനോട് നെഗറ്റീവായിട്ട് പ്രതികരിച്ചാലോ? നീ ആദ്യം ഈ നെഗറ്റീവ് ചിന്തകളൊന്നും നിർത്ത്. നിന്റെ വർത്തമാനത്തിന്റെ ആത്മാർത്ഥത പോലെ ഇരിക്കും കാര്യങ്ങൾ. ആ, വന്നോ? എന്താ ലേറ്റ് ആയേ? സുമി എത്ര നേരമായി വന്നിട്ട്? നിങ്ങൾ ഇരിക്കും, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഹലോ, ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ പ്രതിമ കണക്ക് നോക്കിയിരിക്കുന്നേ? നിങ്ങൾക്ക് എന്തെങ്കിലും മിണ്ടാനും പറയാനുണ്ടെങ്കിലേ ബാൽക്കണി പോയിരുന്ന് സംസാരിച്ചോ. സോറി. ഗിരി, മതി. ഇനി എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയരുത്.